നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോയ്ക്ക് ഏകദേശം 1.6 മില്യണോളം വ്യൂസും 3000-ന് മുകളിൽ ഷെയറും 2500-ന് മുകളിൽ കമൻറ്റും ഒക്കെ വന്നൊരു വീഡിയോ ആണ്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മൊബൈൽ ഫോൺ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോലീസിലൊരു പരാതി കൊടുക്കണമെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ അന്നിട്ട വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ടും വന്ന കുറച്ച് കമൻറ്റുകളാണ് ഇന്ന് മറ്റൊരു വീഡിയോയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു: മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി, പോലീസിൽ പരാതി കൊടുത്തു, പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല, മൊബൈൽ തിരികെ കിട്ടുകയോ അതുമായി ബന്ധപ്പെട്ട യാതൊരു അപ്ഡേറ്റുകളും ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് നമ്മൾ പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ തിരികെ കിട്ടാത്തത്? പോലീസുകാർ അന്വേഷിക്കാത്തത് കൊണ്ടാണോ? പോലീസുകാർ നമ്മുടെ പരാതി പരിഗണിക്കാത്തത് കൊണ്ടാണോ? അവർ കാര്യമായിട്ട് അന്വേഷിക്കാത്തത് കൊണ്ടാണോ? അതോ അവർ മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതുകൊണ്ടാണോ? നമ്മളെ അവർ തഴഞ്ഞതാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് പലർക്കും ഉള്ളത്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില വസ്തുതകൾ കൂടിയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടമായി, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പരും IMEI നമ്പരും ഒക്കെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, പരാതി രജിസ്റ്റർ ചെയ്തു, റെസിപ്റ്റും വാങ്ങി. നിങ്ങൾ കൊടുത്ത പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്താത്തതുകൊണ്ടല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കാത്തത്. മറ്റേത് സംസ്ഥാനത്തുള്ളതിനെക്കാട്ടി മികച്ച പോലീസ് സംവിധാനമാണ് ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ നിങ്ങൾ കൊടുത്ത പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയുന്നത്. എത്രയൊക്കെ നല്ല സംവിധാനങ്ങളാണെങ്കിലും അതിനൊക്കെ ചില പരിമിതികളുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടമായി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ അത് മോഷ്ടിച്ച ആളെ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് പോയ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് നമ്മുടെ മൊബൈൽ ഫോൺ ഏതെങ്കിലും കണ്ടീഷനിൽ ഓൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ ഉപയോഗിച്ച അതേ സിമ്മോട് കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിം ഉപയോഗിച്ചോ അത് ലൈവ് കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ നമ്മുടെ സംവിധാനങ്ങൾക്ക് അതിനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കൂ. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനും മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമൊക്കെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ കണ്ടീഷനിലായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിനുള്ളിലുള്ള കമ്പോണൻസ് എല്ലാം തന്നെ അതിലെ ബാറ്ററിയുടെ ചാർജ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കമ്പോണൻസുകളാണ്. അല്ലാതെ 2000 രൂപയുടെ നോട്ടിലുള്ളതുപോലെ ചാർജ് ഉപയോഗിക്കാതെ വർക്ക് ചെയ്യുന്ന ചിപ്പുകളൊന്നും തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഓൺ കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയും മറ്റു വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കൂ. ഇനി മൊബൈൽ ഫോൺ ഓഫ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും മോഷ്ടിച്ച ആളെ നമുക്ക് കൃത്യമായി അറിയാമെങ്കിൽ പോലീസ് സംവിധാനത്തിന് അയാളെ കണ്ടെത്തുക എളുപ്പമാണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരാൾ നമ്മുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, അയാൾ അത് മറ്റാർക്കെങ്കിലും മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോലീസുകാർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ട്രേസ് ചെയ്യാനും പിടിച്ചെടുക്കാനും സാധിക്കും. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കള്ളനാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു കാരണവശാലും മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല. അയാളത് മറച്ചു വിൽക്കാനാണ് ചാൻസ്. അങ്ങനെ മറച്ചു വിൽക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്ന ആളും ഒരു കള്ളനാണെങ്കിലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ളന്മാരുടെ കൂട്ടമൊന്നും. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് സത്യം. മോഷ്ടിച്ചു കൊണ്ടുചെല്ലുന്ന സാധനങ്ങൾ വാങ്ങി അത് അപ്പാടെ ഉപയോഗിക്കുകയല്ല, അത് പൊളിച്ച് അത് പാർട്സ് ആക്കി വിൽക്കുന്ന ഒരു സംവിധാനം അത് നമ്മുടെ രാജ്യത്തുമുണ്ട്. മോഷ്ടിക്കപ്പെട്ട മൊബൈൽ ഫോൺ അപ്പാടെ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ ആരും ഉപയോഗിക്കില്ല. പിന്നെ അത് പൊളിച്ചു വിറ്റാൽ എന്താണ് ഗുണം? ഒരു മൊബൈൽ ഫോൺ ഒന്നോടെ വിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ പണം പൊളിച്ചു വിറ്റാൽ കിട്ടുമെന്നുള്ളതും പിടിക്കപ്പെടുകയില്ല എന്നുള്ളതും കൊണ്ട് ഇത് പൊളിച്ചു വിൽക്കാനാണ് പ്രൊഫഷണൽ കള്ളന്മാർ എപ്പോഴും താല്പര്യപ്പെടുക. ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടില്ലെന്ന മൊബൈൽ ഫോണുകൾ കളക്ട് ചെയ്ത് അത് പൊളിച്ച് അതിൻ്റെ സ്പെയർ പാർട്സുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്യുന്ന ധാരാളം ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത്തരം ഒരാളുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നതെങ്കിലോ നിങ്ങൾക്കിത് ഒരു കാരണവശാലും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയില്ല. അപ്പോൾ മറ്റൊരു സംശയം വരും, മൊബൈൽ ഫോണുകൾ പൊളിച്ച് പാർട്സാക്കി വിൽക്കുമ്പോൾ അതിനകത്ത് മെയിൻ ബോർഡ് വേറെ ഏതെങ്കിലും ഫോണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആയിരിക്കില്ലേ അതിൽ കാണുക? അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമുക്ക് പിടിക്കാമല്ലോ. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും നമ്മുടെ മൊബൈലിൻ്റെ IMEI മറ്റു സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ICകളും
റിമൂവ് ചെയ്തതിന് ശേഷം സ്ക്രാപ്പായി ആയിരിക്കും ഈ മൊബൈൽ ബോർഡുകൾ വിൽപ്പന നടത്തുക. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ബോർഡുകൾ ഡയറക്റ്റ് മറ്റൊരു ഫോണിലേക്ക് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അതിനകത്ത് സ്പെയർ പാർട്സുകൾ മാത്രം എടുത്തായിരിക്കും ഉപയോഗിക്കുക. ഇനി ഡയറക്റ്റ് ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ മെയിൻ ഐസികളെല്ലാം തന്നെ റിമൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും പിടിക്കാനായിട്ടുള്ള ഒരു ചാൻസുമില്ല. ഇനി ഇങ്ങനെ ഒരാളുടെ കയ്യിലല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ പെട്ടിരിക്കുന്നതെന്ന് വെക്കുക. നഷ്ടപ്പെട്ടു പോയ 5-6 മാസമായി ഇതുവരെ നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരികെ കിട്ടിയില്ല. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയ ആൾ അത് ഇതേവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ? എല്ലാവരുടെയും ഒരു ധാരണ, മൊബൈൽ ഫോൺ എവിടുന്നെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 5-6 മാസത്തേക്ക് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് പോലീസുകാർ ഈ അന്വേഷണമൊക്കെ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തും. എപ്പോഴെങ്കിലും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരുടെയെങ്കിലും ഫോൺ നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് വിവരം പറഞ്ഞ് നിങ്ങളുടെ തടി രക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മൊബൈൽ ഫോണുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടാൽ ഒരു കാരണവശാലും പരാതി കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ കൃത്യമായി പരാതി കൊടുക്കണം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ അത് നിങ്ങളിലേക്ക് എത്തിപ്പെടും. നിങ്ങളല്ല ആ ക്രൈം ചെയ്യുന്നത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പിന്നെ നിങ്ങളുടേതാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ കൃത്യമായി പോലീസിൽ പരാതി കൊടുത്ത് അതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.